സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ദുബായിൽ വൈറലായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളുമാണ്, അടിപൊളി സാധനമാണ് കേട്ടോ. എന്ത് കോമ്പോയുടെ കൂടെ ഇത് ചുമ്മാ തന്നെ ഈ ഒരു ഇഫ ചിക്കൻ കഴിക്കാനായിട്ടാലും ഭയങ്കര ടേസ്റ്റിയാണ്. സോ ഇതൊരു മസ്റ്റ് റൈഡ് റെസിപ്പിയാണ്. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതൊരു 500 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയുള്ള ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. ലെഗ് പീസും എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാം വലിയ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതെല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മാരിനേഷൻ പോർഷനിലേക്ക് പോകാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 2 സ്പൂൺ കട്ടത്തൈര് 2 സ്പൂൺ കട്ടത്തൈര് ആദ്യം എടുക്കണം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാശ്മീരി ചില്ലിയാണിത്. 1.5 സ്പൂണോളം കാശ്മീരി ചില്ലി ഉണ്ടാകും. അതൊക്കെ നമ്മുടെ എരിവിൻ്റെ അതിനനുസരിച്ച് എടുക്കാം. അറബിക് മസാല ആയതുകൊണ്ട് തന്നെ ഇതൊരു അറബിക് മസാലയാണ്. ചിക്കൻ റെസിപ്പി അല്ലെങ്കിൽ ചിക്കൻ മസാല ഇടാം, അല്ലെങ്കിൽ അറബിക് മസാല മിക്സഡ് ആയിട്ടുള്ള എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് ഇടാം. പിന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച്, കുരുമുളക് പൊടി, ഇനി പാകത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിന് മുമ്പ് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. അപ്പോൾ തൈര്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല അറബിക് മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ലെമൺ ജ്യൂസും തൈര് നമുക്കിതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ അല്ല. പാകത്തിന് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ആവശ്യത്തിന് ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാൻ നല്ല കട്ടിക്ക് തന്നെയാണ് ഇത് ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിനെ നല്ല ചിക്കനിലും കൂടെ നല്ലോണം പുരട്ടി ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്ത് വെക്കേണ്ടതാണ്. മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂറെങ്കിലും മാക്സിമം നമ്മളിത് വെച്ചാൽ മാത്രമേ ഈ ചിക്കനിൽ എല്ലാം തന്നെ ഈ ഒരു മസാല എല്ലാം നല്ല പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഞാനിത് ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് ഒരു 3 മണിക്കൂറോളെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മിക്സ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് ഒരു 3 മണിക്കൂറോളം ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇഫ ചിക്കൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ കുക്കിംഗ് ആണ്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടോ അല്ലെങ്കിൽ മീഡിയം സൈസിലിട്ടോ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്ലോ കുക്കിംഗ് ആണ്. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ബട്ടറാണ്. ബട്ടർ നമ്മൾ ഡയറക്റ്റ്ലി പാനിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും. സോ ആദ്യം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് ബട്ടർ ആഡ് ചെയ്തേക്കുന്നത്. സോ ബട്ടർ നല്ലോണം ഇനി ഒന്ന് മെൽറ്റായിട്ട് വരണം. ഓക്കെ, ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി നല്ല സെറ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ആകുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓരോ പീസസ് ചിക്കൻ വീതം വെച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല സ്ലോ കുക്കിംഗ് ആണ്. അടച്ചു വെച്ച് തന്നെ നമുക്കിതിനെ വേവിക്കാം. കാര്യം അടച്ചു വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ആവിയുടെ വെള്ളമെല്ലാം വീണ് അങ്ങനെയും കൂടെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് മൂടി തന്നെ വെക്കണം. നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും പാടില്ല. ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ഇത് നമുക്ക് ചെയ്യേണ്ടത്. മാക്സിമം ബട്ടർ തന്നെയാണ് എടുക്കേണ്ടത്. ബട്ടറിൽ തിരിച്ചും മറിച്ചും ഇട്ട് സ്ലോ കുക്കിംഗ് ആയിരിക്കണം. രണ്ട് സൈഡും മറിച്ചും തിരിച്ചും എല്ലാം ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ ഇത് ഞാൻ 2 സ്റ്റെപ്പായിട്ട് എന്തോ എല്ലാ ചിക്കനെയും ഇങ്ങനെ കുക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോവേണ്ടത് ഇതിൻ്റെ സോസ് അല്ലെങ്കിൽ ജ്യൂസി ആയിട്ടുള്ള ക്രീം തയ്യാറാക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടത് 2 ബോയിൽഡ് എഗ്ഗ്, ചീസ്, പാല്, 2 അല്ലി വെളുത്തുള്ളി. ഈ പാലിന് പകരം ഫ്രഷ് ക്രീം നമുക്ക് എടുക്കാം. എൻ്റെ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാലെടുത്തത്. ഓക്കെ, ബോയിൽഡ് എഗ്ഗാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ഡയറക്റ്റ് നമ്മൾ എഗ്ഗ് പൊട്ടിച്ച് മയണൈസ് തയ്യാറാക്കുന്നതിനേക്കാൾ നല്ലത് ബോയിൽഡ് എഗ്ഗ് തന്നെയാണ്. അപ്പോൾ ബോയിൽഡ് എഗ്ഗ്, 2 അല്ലി വെളുത്തുള്ളി, മൊസറല്ല ചീസ്, സ്ലൈസ് ആയിട്ടുള്ള ചീസ്, ഏത് ചീസാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ആ ചീസ് നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. ഞാൻ ഉപ്പിട്ടതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. കുറച്ച് പാലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കട്ടിക്കാണ് ഈ ഒരു മയണൈസ് ഇപ്പോൾ തയ്യാറാക്കി എടുത്തേക്കുന്നത്. നല്ല സിമ്പിൾ, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് നല്ല സൂപ്പറായിരുന്നു ഈ ഒരു മയണൈസ്. മയണൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ തന്നെ ഒരു ചിക്കനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇതാക്കി എടുക്കേണ്ടതാണ്. ഇനി ഞാൻ ഇഫ ചിക്കൻ്റെ കൂടെ ഇന്ന് അജ്മീയുടെ പൊറോട്ടയാണ് യൂസ് ചെയ്യുന്നത്.
ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ അജ്മീയുടെ പൊറോട്ട, അജ്മീയുടെ എല്ലാ പ്രോഡക്ട്സ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇത് ഫോർസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടൊന്നുമില്ല. ഇതൊരു പാനിൽ വെച്ച് ചൂടാക്കി ഹീറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇഫ ചിക്കനും പൊറോട്ടയാണ് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത്. സോ തൊട്ടപ്പുറത്ത് തന്നെ കിടന്ന് നമ്മുടെ ചിക്കനും നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് പൊറോട്ടയും മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ഇതിപ്പം കണ്ടല്ലോ, ഓൾമോസ്റ്റ് എല്ലാ ചിക്കനും നല്ലോണം ഫ്രൈ ആയി എല്ലാം തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കണം ചീസ് ഉണ്ടല്ലോ, ആ ക്രീം മയണൈസ് ആയിട്ടുള്ള അത് നമ്മൾ ഇതാക്കി കൊടുക്കണം. ഇത് ഫുള്ള് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കണ്ടോ, ഇനി ഇത് നമ്മളൊന്ന് കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗാർണിഷിന് വേണ്ടി മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയിലയും നമുക്ക് മൊസറല്ല ചീസും വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുന്നതാണ്. ഞാൻ രണ്ടും ചേർത്തിട്ടുണ്ട്. മല്ലിയില ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റോളം അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ മൊസറല്ല ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീസി ആയിട്ട് തന്നെയാണ് ഈ ക്രീം, ഈ ഒരു ചിക്കൻ്റെ ഇതെന്ന് പറയുന്നത്. നല്ല സൂപ്പറായിരുന്നു. അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. സോ പൊറോട്ടയും ഇഫ ചിക്കനും സൂപ്പറായിരുന്നു. സോ ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ്